ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ബാഗ് ഉൾപ്പെടെ മറവ് ചെയ്തിട്ടുണ്ട്. അടിവസ്ത്രവും പാവാടയും ഇല്ലാത്ത നിലയിലാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയത്. കുഴിച്ചിട്ടവരിൽ ആസിഡ് ആക്രമണത്തിൽ മുഖം പൊള്ളിയ സ്ത്രീയും ഉണ്ടായിരുന്നു. ശരീരത്തിൽ മുറിവുകളും ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. സ്ത്രീകളെയാണ് കൂടുതലായും മറവ് ചെയ്തിരുന്നത്. ആദ്യം നേത്രാവതി നദിയിലും കരയിലുമായി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കാണാനിടയായപ്പോൾ അവരെല്ലാം മുങ്ങി മരിച്ചതാണെന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീട് സ്ത്രീകളുടെ ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായതിന്റെ പാടുകൾ കണ്ടതോടെയാണ് വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. കർണാടകയിലെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തെയും അതിന്റെ ട്രസ്റ്റിനെയും ചുറ്റിപ്പറ്റി നടന്ന നൂറുകണക്കിന് കൊലപാതകങ്ങൾ, ഇരകളിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും വയോവൃദ്ധരായ ഭിക്ഷാടകരും വരെ. ഈ കുറ്റസമ്മതം നടത്തിയത് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തിയാണ്. ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ ഭീഷണിയെ തുടർന്നാണ് താൻ ഇതെല്ലാം ചെയ്തതെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ തുറന്നു പറച്ചിൽ. രാജ്യം മുഴുവൻ പ്രതിഷേധാഗ്നിയിൽ ഒരുങ്ങുകയും വലിയ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന വെളിപ്പെടുത്തൽ. എന്നാൽ ഈ വെളിപ്പെടുത്തലിന് ശേഷം നിശ്ചലമായി പോയ ഒരു ഭരണകൂടത്തെയും നിയമ സംവിധാനങ്ങളെയുമാണ് നാം കർണാടകയിൽ കണ്ടത്. തുടർന്നുണ്ടായ ശക്തമായ വിമർശനങ്ങൾക്കിടെ ഒരു മാസത്തിനിപ്പുറം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കർണാടക വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് ജൂലൈ 19 മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ബംഗളൂരു ജോയിന്റ് പോലീസ് കമ്മീഷണർ MN അനുച്ഛേദ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ACP സൗമ്യലത, അഡീഷണൽ SP ജിതേന്ദ്ര കുമാർ ദയാമ എന്നിവരുൾപ്പെട്ട സംഘത്തെ നിയോഗിച്ചത്. 1990കളുടെ അവസാനം മുതൽ ധർമ്മസ്ഥലയിലും പരിസരത്തും കാണാതായ പെൺകുട്ടികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം. ബന്ധപ്പെട്ട എല്ലാ കേസുകളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് അധികാരം നൽകിയിട്ടുണ്ട്. എന്നാൽ 2 SIT ഉദ്യോഗസ്ഥർ തങ്ങളെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ ഒരുങ്ങുന്നതായാണ് വിവരം. IG MN അനുച്ഛേദും SP സൗമ്യലതയുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാണ് അറിയുന്നത്. SIT അന്വേഷണം മുടക്കാൻ തുടക്കത്തിൽ തന്നെ ഉന്നതതല ഇടപെടൽ നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇത് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മേഖലകൾ കുഴിമാടങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണോ? ഉണ്ടെങ്കിൽ തന്നെ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾക്ക് എന്ന് നീതി ലഭിക്കും? ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയാണ്? ശുചീകരണ തൊഴിലാളി സുരക്ഷിതനാണോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പോലീസ് സ്റ്റേഷനിലെത്തി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വിവരങ്ങളും കോടതിയിൽ നൽകിയ മൊഴിയും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെങ്കിലും ലോകമറിഞ്ഞ ഏതാനും വിവരങ്ങൾ ഭീതി പടർത്തുന്നത് തന്നെയാണ്. 10 വർഷത്തിനിടെ ഭീഷണിക്ക് വഴങ്ങി 100-ലധികം മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചുമൂടിയെന്നായിരുന്നു ഇയാൾ പ്രധാനമായും വെളിപ്പെടുത്തിയത്. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിനിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ശുചീകരണ തൊഴിലാളി പോലീസിനെ സമീപിച്ചത്. കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. ധർമ്മസ്ഥലയിൽ ഭിക്ഷാടനത്തിനായി എത്തിയ നിരവധി പുരുഷന്മാരുടെ കൊലപാതകത്തിന് സാക്ഷിയായിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. 1998 ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ക്ഷേത്രത്തിന്റെ സൂപ്പർവൈസർ ഭീഷണിപ്പെടുത്തിയെന്നും ഇക്കാലയളവിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരുന്നുവെന്നും തൊഴിലാളി പറഞ്ഞിരുന്നു. 2014 തന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസർക്ക് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതിനുശേഷമാണ് ധർമ്മസ്ഥലയിൽ നിന്ന് നാടുവിട്ടതെന്നും കഴിഞ്ഞ 11 വർഷമായി മറ്റൊരിടത്ത് പേടിച്ച് കഴിയുകയായിരുന്നുവെന്നും ഇയാൾ പറയുകയുണ്ടായി. ഓജസി ഗൌഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഇയാൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയത്. കുറ്റബോധവും ഭയവും കാരണം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് 10 വർഷത്തിനിപ്പുറം വെളിപ്പെടുത്തിയാൽ നടത്തിയതെന്നും കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാൻ പോലീസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറയുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം കർണാടകയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയ കൊലപാതകമാണ് സൗജന്യ എന്ന വിദ്യാർത്ഥിനിയുടേത്. 2012 SDM കോളേജ് വിദ്യാർത്ഥിനിയായ സൗജന്യ കൊല്ലപ്പെടുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണാതായ 17-കാരിയെ പിന്നീട് കണ്ടെത്തിയത് നേത്രാവതി നദിക്കരയിൽ നിന്നാണ്. ക്രൂരമായ ബലാത്സംഗത്തെ തുടർന്നാണ് സൗജന്യ മരിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
മൂന്നാളുകൾ മാറി മാറി പീഡിപ്പിച്ചിരുന്നുവെന്നും മാറിടങ്ങൾ കടിച്ചു പറിച്ചിരുന്നുവെന്നും വജൈനയിൽ ബിയർ കുപ്പി കയറ്റി പൊട്ടിച്ചു വെച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. CBI ഉൾപ്പെടെ ഒന്നിലധികം അന്വേഷണ ഏജൻസികൾ കേസിൽ അന്വേഷണം നടത്തി. പക്ഷേ ധർമ്മസ്ഥല ട്രസ്റ്റ് ജീവനക്കാരനായ സന്തോഷ് റാവു മാത്രമായിരുന്നു കേസിലെ പ്രതി. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ 2023 CBI കോടതി ഇയാളെ വെറുതെ വിട്ടു. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സൗജന്യയുടെ പിതാവ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളപ്പെടുകയായിരുന്നു. സൗജന്യയുടെ കൊലപാതകത്തിൽ ഹെഗ്ഡെ കുടുംബത്തിന് വലിയ പങ്കുണ്ടെന്ന് അഭ്യൂഹങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അധികൃതർക്ക് ഹെഗ്ഡെ കുടുംബത്തിന് നേരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ആരാണ് ഈ ഹെഗ്ഡെ കുടുംബം? 700 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം. ദിഗംബര ജൈനമതം പിന്തുടരുന്ന ഹെഗ്ഡെ കുടുംബമാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം കൈയാളുന്നത്. 1968 മുതൽ, അതായത് തന്റെ 19ാം വയസ്സ് മുതൽ ഈ കുടുംബത്തിലെ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന വ്യക്തിയാണ് മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ധർമാധികാരി. നരേന്ദ്രമോദി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത രാജ്യസഭ MP കൂടിയായ ഹെഗ്ഡെ അധികാരം കൈയാളിയ കാലഘട്ടം മുതൽക്കേ മഞ്ജുനാഥ ക്ഷേത്രം നിരവധി വിവാദങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മോദിയുടെ അടുപ്പക്കാരനായ ഹെഗ്ഡെയെ 2015 പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ആരാധനാ കേന്ദ്രവും ബിസിനസ് സാമ്രാജ്യവുമാണ് ധർമ്മസ്ഥല. ഈ ട്രസ്റ്റിന് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ സൗജന്യയുടെ കൊലപാതകത്തിൽ സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്നത് ഈ വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരന്റെ മകനും സുഹൃത്തുക്കളുമായിരുന്നു. സൗജന്യയുടെ കൊലപാതകത്തിനു പുറമെ 4 യുവാക്കളുടെ തിരോധാനവും ഹെഗ്ഡെ കുടുംബത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. 1993 ഈ 4 പേരെയും കാണാതായത്. പിന്നീട് 2 പേരെ നേത്രാവതി നദിയിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ബാക്കിയുള്ള 2 പേർ എവിടെയാണെന്നതിൽ ഇന്നും ഉത്തരമില്ല. 2003 മണിപ്പൂരിൽ നിന്ന് ധർമ്മസ്ഥലയിലെത്തിയ കസ്തൂർബ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യയുടെ മരണവും വീണ്ടും ചർച്ചയാവുന്നുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അനന്യയുടെ അമ്മ എൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും കണ്ടെത്തിത്തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക പോലീസിനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എത്തിയ അമ്മയെ പോലീസ് അധിക്ഷേപിച്ച് തിരിച്ചയച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നീതിക്കായി ഹെഗ്ഡെ കുടുംബത്തെയും അമ്മ സമീപിച്ചിരുന്നു. പക്ഷേ പ്രതികരണങ്ങൾ എല്ലാം സമാനമായിരുന്നു എന്നാണ് വിവരം. ഇതോടെ കർണാടക പോലീസും കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരും രൂക്ഷമായ വിമർശനങ്ങൾ നേരിട്ടു. ധർമ്മസ്ഥലയിലെ സത്യാവസ്ഥകൾ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നവരെ കോൺഗ്രസ് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് വിമർശനമുയർന്നു. സൗജന്യയുടെ കൊലപാതകമടക്കം ഉൾപ്പെടുത്തി 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വീഡിയോ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച സമീർ എന്ന യൂട്യൂബറിനെതിരെ ബെല്ലാരി പോലീസ് മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് കേസെടുക്കുകയായിരുന്നു. ധർമ്മസ്ഥലയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ 8842 ലിങ്കുകൾ നീക്കം ചെയ്യാൻ ബംഗളൂരു കോടതി ഉത്തരവിട്ടതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം. ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരനായ ഹർഷേന്ദ്ര കുമാർ ഡി നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. എന്തുകൊണ്ടാണ് ഹെഗ്ഡെ കുടുംബം വാർത്തകളെ ഭയപ്പെടുന്നത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ഹെഗ്ഡെ കുടുംബത്തിന്റെ പണത്തിന്റെ ശക്തിയിലും ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തിലും ഈ അന്വേഷണം പാതി വഴിയിൽ മുടങ്ങരുതെന്നാണ് ഇരകളുടെ ആവശ്യം. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടെങ്കിൽ ഏത് അന്വേഷണ സംഘമായാലും പരിശോധനക്കെത്തുന്നവർക്ക് തെളിവുകൾ ലഭിക്കണം. ഇതിന് ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. അല്ലാത്തപക്ഷം മരണപ്പെട്ട 100-ലധികം മനുഷ്യർക്കും നീതി കിട്ടിയില്ലെന്ന് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.